എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ അടിപൊളി തട്ടുകട സ്റ്റൈലിലുള്ള കപ്പയും മുട്ടയും റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ടും കാണുക, സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ നമ്മളിതിന് വേണ്ടി എടുക്കുന്നത് 2 മുട്ടയാണ്. അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമ്മളിതിലേക്ക് ഒരു അര കഷ്ണം സവാള ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. അതുപോലെ 2 പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞതും ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതൊന്ന് ചിക്കി പൊരിച്ചെടുക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ വേഗം ഒരു പാത്രം അടുപ്പത്തിലേക്ക് വെക്കുക. അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം ഈ ഒരു മുട്ടക്കൂട്ട് അതിലേക്ക് ചേർത്ത് നല്ലപോലെ ഒന്ന് ചിക്കി പൊരിച്ച് എടുക്കുക. കുറച്ച് വലിയ പീസസ് ആയിട്ട് നിങ്ങൾക്ക് കടിക്കണം എന്നുണ്ടെങ്കിൽ ആ രീതിയിൽ നിങ്ങൾ ചിക്കി പൊരിച്ചെടുക്കുക. എങ്ങനെയായാലും കുഴപ്പമില്ല, നന്നായിട്ട് അതൊന്ന് വെന്ത് കിട്ടണമെന്നേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ മുട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഒന്ന് മാറ്റി വയ്ക്കാം. ഇത് നമുക്ക് ചേർക്കേണ്ട സമയമായിട്ടില്ല, അതുകൊണ്ടാണ് പാത്രത്തിലേക്ക് മാറ്റി വെക്കുന്നത്. ഇനി നമ്മൾ ഇതേ പാനിലേക്ക് തന്നെ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. കൊത്തി അരിഞ്ഞിട്ടുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും, ഇഞ്ചി 1 ടീസ്പൂൺ, വെളുത്തുള്ളി 1 ടീസ്പൂൺ, ഇത് ഈ ഒരു എണ്ണയിലേക്ക് ചേർത്ത് കൊടുത്ത് അതൊന്ന് മൂപ്പിച്ച് എടുക്കുക. അതൊന്ന് മൂത്ത് വരുമ്പോൾ ഇനി നമ്മൾ ചേർക്കേണ്ടത് സവാളയാണ്. ചെറുതാക്കി അരിഞ്ഞിട്ടുള്ള സവാള 2 എണ്ണം വലുത്, പച്ചമുളക് 3 എണ്ണം വട്ടത്തിലരിഞ്ഞത്, എരിവിനനുസരിച്ച് കൂട്ടാം കുറക്കാം. ഇത് അതിൽ നിന്ന് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുക. ആവശ്യത്തിനുള്ള കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുക. ഒരു നുള്ളു ഉപ്പും കൂടെ ചേർക്കണം. ഇത് നന്നായിട്ട് വഴന്ന് വരുമ്പോൾ നമ്മളതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് ഈ പൊടികളൊക്കെ നല്ല പോലെ ഒന്ന് മൂക്കണം. ആ ഒരു പച്ചമണം അതിൽ നിന്ന് മാറണം. ഇതെല്ലാം കഴിയുമ്പോൾ നമ്മളതിലേക്ക് നന്നായിട്ട് വേവിച്ചിട്ടുള്ള കപ്പ, കണ്ട നന്നായിട്ട് വെന്തിട്ടുണ്ട്. മഞ്ഞളും ഉപ്പും ഇട്ടിട്ട് വേവിച്ചെടുത്ത കപ്പയാണ്. അത് ഇതിലേക്ക് ചേർത്ത് ഈ മസാലയായിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. എന്നിട്ട് കപ്പ അതേ ആ സ്പൂണ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കുക. അപ്പോൾ കപ്പ വെന്താൽ മാത്രമേ ഉള്ളൂ ഇങ്ങനെ ഉടഞ്ഞ് കിട്ടുകയുള്ളൂ. ഇനി നമ്മൾ നമ്മുടെ മുട്ടയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് എല്ലായിടത്തും എത്തുന്ന രീതിയിലൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. ഇനി നമ്മുടെ വീട്ടിൽ സ്റ്റീലിൻ്റെ ഗ്ലാസ് ഉണ്ടാകുമല്ലോ, ആ ഒരു സ്റ്റീൽ ഗ്ലാസ് വെച്ചിട്ട് അതിൻ്റെ ആ ഒരു വക്ക് വെച്ചിട്ട് നന്നായിട്ട് അങ്ങോട്ട് ഉടച്ചെടുക്കുക. അപ്പോൾ ആ ഒരു മുട്ടയും കപ്പയും എല്ലാം അതിലേക്ക് നന്നായിട്ട് യോജിപ്പിച്ച് കിട്ടും. ഉപ്പ് ഈ നേരത്ത് നോക്കണം, കാരണം നമ്മൾ മുട്ട വേവിച്ചപ്പോഴും കപ്പ വേവിച്ചപ്പോഴും എല്ലാം ഉപ്പ് ചേർത്തതാണ്. അപ്പോൾ നന്നായിട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. വേണമെങ്കിൽ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഒന്ന് ചേർക്കുക. അപ്പം നമ്മുടെ മുട്ടയും കപ്പയും ഇവിടെ റെഡി ആയി കഴിഞ്ഞു. ഇനി നമ്മൾ ഇത് സെർവ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ മുകളിൽ കുറച്ച് പച്ച സവാള അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുത്താൽ അടിപൊളി ഒരു റെസിപ്പിയാണ്. വൈകുന്നേരത്ത് ഒരു ചായയുടെ കൂടെ കഴിക്കാൻ നല്ല ഒരു അടിപൊളി റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങളിത് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക മറക്കരുത്. അതുപോലെയുള്ള ആ ഒരു സബ്സ്ക്രൈബ് ബട്ടൻ്റെ ഇപ്പുറത്തുള്ള ബെല്ലൈക്കൺ അമർത്തി ഓൾ ഓപ്ഷൻ കൂടെ ഒന്ന് സെലക്ട് ചെയ്താൽ കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ കിട്ടും. മറക്കരുത്. താങ്ക് യു.